എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതേസമയം വളരെ ഹെൽത്തിയുമാണ്. സാധാരണ നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കുന്നത് അരി വെച്ചിട്ടാണ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അധികം പ്രോസസ്സൊന്നും ഇല്ല. അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ അരി വെച്ചിട്ടുള്ള വെള്ളയപ്പം ഇട്ടിട്ടുണ്ട്. അതൊരുപാട് പേര് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കണ്ടു നോക്കൂ. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അധികം താമസിയാതെ ഈ ഈസി ആൻഡ് ഹെൽത്തി വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ഒരു കപ്പാണ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഇത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചോറാണ്. ഞാനിവിടെ വെള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് 1/2 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യത്തിനുള്ളത് നിങ്ങൾ എടുക്കുക. 2.5 കപ്പോളം വെള്ളം ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഇതിൽ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത്രയും അരച്ചെടുക്കാനായിട്ട് 2.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ അരച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് നമ്മുടെ മാവ് ലൂസായി പോകരുത്, ഒരുപാട് തിക്കും ആകരുത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവമാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയും ബാക്കിയുള്ള ചേരുവകളും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഈ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. അതേസമയം തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് ചൂടായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. ഞാനിവിടെ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈസ്റ്റ് ചിലർക്ക് അലർജി ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 2 മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്, ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ. ഇനി ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് വെള്ളയപ്പമാക്കി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് 2 രീതിയിലത് ചുടാവുന്നതാണ്. ദോശക്കല്ലിൽ ഇതുപോലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കാവുന്നതാണ്, ചുറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു തവിയും ഒരു 1/4 തവി മാവും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒരുപാട് പരത്തരുത്, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിൽ കുമിളകൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ തിരിച്ചിടാതെയുള്ള അപ്പമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചും ഇടാവുന്നതാണ്. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ട് ഇതിന് ഗോതമ്പിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന അപ്പത്തിനേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചൂടോടെ തന്നെ കഴിക്കണമെന്നുമില്ല, തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ അടുത്ത അപ്പം കൂടി ഇതുപോലെ നമുക്കൊന്ന് ചുട്ട് നോക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ഒന്ന് തടവുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടാണ് തടവിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഗോതമ്പ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ 10 അപ്പമാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പങ്ങളെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാ അപ്പവും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ അപ്പം തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ 2-3 അപ്പം നന്നായിട്ട് വരും, അത് കഴിഞ്ഞിട്ട് അത് സോഫ്റ്റ് ആകാറില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ എല്ലാ അപ്പങ്ങളും നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ അപ്പം ഏത് കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. Thank you.